ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വ്ളോഗായിട്ടാണ് ഗൈസ്. എന്ത് വ്ളോഗാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുക്കിംഗ് വ്ളോഗായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. കുറേ നാളായിട്ട് ഗൈസ് ഞങ്ങൾ ഇതേപോലൊരു വീഡിയോയും വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പം ഇന്നത്തെ ഷെഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛനാണ് ഗൈസ്. അപ്പം ഇന്ന് അച്ഛൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു വെറൈറ്റി ടൈപ്പ് ചിക്കൻ പെരട്ടാണ് ഗൈസ്. ഞങ്ങളൊക്കെ ത്രില്ലിലാണ് ഇത് കഴിക്കാൻ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. നമ്മളിത് 2.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഈ 2.5 കിലോ ചിക്കൻ ഇന്ന് എൻ്റെ ഭർത്താവ് ഒരു വെറൈറ്റി രീതിയിലാണ് ഇത് പാചകം ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ കൊച്ചുള്ളിയാണ് വേണ്ടത്. കൊച്ചുള്ളി ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ വറ്റൽമുളകാണ്. അത് എരിയില്ലാത്ത മറ്റേ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, ആ മുളക്. അതാണ്ട് ഇത് കണ്ടോ, ഇവിടെ ഈ മല്ലയുദ്ധം നടക്കുന്നുണ്ടോ. ഇവിടെ അച്ഛനും മോളും കൂടെ അത് ചോപ്പറിനകത്തിട്ട് കൊച്ചുള്ളി ഇട്ട് വലിക്കുന്ന ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എവിടെ ഉണ്ട് ഇങ്ങനെ ഒരു കുരിപ്പ്. അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വറ്റൽമുളക്. ഞാൻ പറഞ്ഞില്ലേ, കാശ്മീരി ചില്ലി മുളകാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു കുക്കറിനകത്തിട്ട്, ഇത് ഈ 250 ഗ്രാമാണ് നമ്മൾ എടുത്തേക്കുന്നത്. എരിയില്ലാത്തത് കൊണ്ടാണ് അത്ര എടുത്തേക്കുന്നത്. വേറെ മസാലയൊന്നും ചേരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 250 ഗ്രാം എടുത്തിട്ടുണ്ട് ഈ 2.5 കിലോ ചിക്കന്. പിന്നെ ഇത് ഒന്ന് കുക്കറിലിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 2 വിസിലൊക്കെ ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മുളകൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണെ കുക്കറിലിട്ട്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മുളക് വേവാനായിട്ടുള്ള വെള്ളം 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആവി വരണം. നമ്മളിപ്പം ചെറിയ സവാള നമ്മൾ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ചതച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ മുളക് ഇപ്പം സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മളത് ഗ്യാസിൽ നിന്നും സ്റ്റൗവിൽ നിന്നും നമ്മളത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കുകയാണ്. വാങ്ങി വെച്ചത് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കണം. സെറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഈ ഞെട്ടൊന്ന് നോക്കണം, ബന്ധമെന്ന്. ഇപ്പം നല്ല പരുവത്തിലിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ ഈ വെന്തിരിക്കുന്ന മുളക് നമ്മളിന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ മുളകിൻ്റെ തണ്ടൊന്ന് കളയണം. അപ്പം ഞാൻ ആ തണ്ട് കളഞ്ഞിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിതൊന്ന് ചതച്ചെടുത്തോണ്ടിരിക്കുകയാണ്. എൻ്റെ ഗൈസേ, എനിക്ക് വയ്യ, എൻ്റെ അണ്ണാക്കും കൂടെ പോയിന്ന്. ഇപ്പം ഇതിൻ്റെ പാചകക്കാരൻ വരട്ടെ, ഇതിൻ്റെ പരുവം ഒന്ന് നോക്കാൻ. ഒന്നുകൂടെ ഞാനൊന്ന് ചതച്ചെടുക്കാം. ഇതാണ് അതിൻ്റെ പരുവേ. നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്ത് ഇപ്പം ഞാനൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ ഇതോട്ടൊന്ന് ഞാൻ ചതച്ചെടുത്തിട്ട് വരാവേ. പുഴുങ്ങിയെടുത്ത് അത് ഇതേപോലെ ഇത്തിരി ചതയ്ക്കാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉരുളി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. ഈ മുളക് നമ്മൾ കട്ട് ചെയ്ത മുളക് നല്ലവണ്ണം വെളിച്ചെണ്ണയിൽ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. നല്ലവണ്ണം ഇത് കുറച്ച് നേരം സമയമെടുക്കും. ഇത് ഒന്ന് മൂത്ത് വരട്ടെ. ഓക്കെ, ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം. ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ അതിനുള്ളിലേക്ക് ഇടുകയാണ്.
ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ചിക്കൻ ചേർത്ത് അത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. നല്ല ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ചതച്ച് വെച്ച കൊച്ചുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് ചതച്ച് വെച്ച കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈ ചിക്കന് നല്ല കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. കാശ്മീരി ചില്ലി നമുക്ക് ഓവർ എരിവ് കുറവായിരിക്കും. ഓവറായിട്ട് എരിവ് നമുക്ക് ഇപ്പം നല്ല മണം ആ കൊച്ചുള്ളിയുടെയും ആ കാശ്മീരി ചില്ലിയുടെയും നല്ല മണം നമുക്ക് അടിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പരുവത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ നമ്മൾ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൻ്റെ ഒരു ശകലം പോലും വെള്ളം ഇതിനൊഴിക്കണ്ട. ചിക്കനകത്തിന് വെള്ളം തന്നെയാണ്. അപ്പം നല്ലോണം മിക്സായിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളതൊന്ന് അടച്ചു വെച്ചേക്കുക കുറച്ച് നേരത്തേക്ക്. അടച്ചു വെച്ചെന്നും പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇളക്കി കൊടുക്കണേ. ആ നേരത്തേക്ക് നമ്മൾ ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ചിക്കൻ ഒന്നതിൽ പാകമായി വരുമ്പോഴത്തേക്ക് ഇതുകൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഒരുമാതിരി എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ എന്തെടുത്തു, ഇതൊന്ന് ഏറ്റെടുത്ത് ഇതൊന്ന് ഇളക്കി ഒന്നുകൂടെ എല്ലാം ചേർത്ത് വെച്ചേക്കുകയാണ്. ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇളക്കിയെടുക്കുന്ന പരിപാടി മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളേ. ഞാൻ ഈ അടപ്പെടുത്ത് മൂടി വെക്കുവാണേ. അപ്പം അതൊന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ അടുത്തത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടി ഇടുകയാണ്. നല്ലതായിട്ട് അരച്ചതാണേ. നാരങ്ങ നീരും കൂടെ അതിൻ്റെ മേലെ പിഴിയുകയാണ്. നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. പരിപാടിയിൽ ചെറിയ മാറ്റമുണ്ട് ഗൈസ്, ഒന്ന് ക്ഷമിക്കുക. എൻ്റെ ഭർത്താവിന് അർജൻറ്റായിട്ട് ഒരിടം വരെ പോകേണ്ടതുകൊണ്ട് ഈ സംരംഭം എന്നെ ഏൽപ്പിച്ചിട്ട് പോയേക്കുക. പിന്നെ ഞാൻ നോക്കാം ഈ സംരംഭം. അപ്പം നമുക്കിതൊന്ന് സെറ്റായോ നോക്കാം. അപ്പം ഞാനിതൊന്ന് നോക്കട്ടെ. അപ്പം നല്ല മണമൊക്കെ ഉണ്ട്, നല്ല പരിവായിട്ട് വന്നിട്ടുണ്ട്. എന്ത് രസമുണ്ട് നോക്കി. ഇതിൽ എണ്ണ കിടന്ന് അങ്ങ് തിളച്ച് മറിയാം. അപ്പം ഇനിയിപ്പം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാവേ. ഇതൊക്കെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് നല്ല പരിവായിട്ടുണ്ട്. കണ്ടോ ഗൈസ്, കൊതി വരുന്ന ഇങ്ങനെ നല്ല പരിവായി വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടെ നല്ലൊരു മണമായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു ചിക്കൻ പെരട്ടാണ്. ഇത് കറിയല്ല,
ഇത് മൊത്തം പെരട്ടി എടുക്കുന്ന പരുവാ, ചാറൊന്നും വരത്തില്ല. ഇത് മൊത്തം പെരട്ടി എടുക്കുന്ന പരുവാണ് ചിക്കൻ പെരട്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇത് എവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിച്ചാൽ ഇവർ പുറത്തൊക്കെയല്ലേ ഇവരൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പം അവിടെ ഇവരെല്ലാവരും കൂടെ ഒക്കെ ചെയ്യുന്നതാണിത്. അപ്പം അങ്ങനെ പഠിച്ചതാണ്. കുറേ വെറൈറ്റി ഡിഷസൊക്കെ പുള്ളി ചെയ്യും. നല്ല ടേസ്റ്റും ആയിട്ടുള്ള വിഭവങ്ങളാണ്. അപ്പം ഇതെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്.